കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെയും കുമാരനല്ലൂർ എന്ന സ്ഥലനാമത്തിന്റെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ഈ കഥ. ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ചാർത്തിയിരുന്ന മൂക്കൂത്തി മോഷണം പോയി. എങ്ങനെ പോയി എന്ന് ആർക്കും അറിവില്ല. അന്ന് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ് ഈ വിവരം അറിയുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ മൂക്കൂത്തിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ ക്ഷേത്രത്തിലെ പൂജാരി അറിയാതെ മൂക്കൂത്തി പോകില്ലെന്ന് രാജാവ് നിശ്ചയിച്ചു. എന്നാൽ നിരപരാധിയായ പൂജാരിക്ക് മൂക്കൂത്തി എങ്ങനെ പോയി എന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. രാജാവ് പൂജാരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അദ്ദേഹം തന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാജാവ് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. 40 ദിവസത്തിനകം മൂക്കൂത്തി ഹാജരാക്കിയില്ലെങ്കിൽ 40ാമത്തെ ദിവസം പൂജാരിയുടെ ശിരസ് വിച്ഛേദിക്കുമെന്ന് രാജാവ് ഉത്തരവിട്ടു. പൂജാരി പല ദിക്കിൽ അലഞ്ഞുതിരിഞ്ഞ് മൂക്കൂത്തി അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നാളെയാണ് മൂക്കൂത്തി സമർപ്പിക്കേണ്ട 40ാമത്തെ ദിവസം. നാളത്തെ ദിവസത്തെ ഓർത്ത് അത്യുത്കടമായ ഭയത്താലും ദുഃഖത്താലും കിടന്ന പൂജാരി തന്റെ ക്ഷീണവും അലച്ചിലും കാരണം മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അതീവ സുന്ദരിയും സ്വർണ്ണാഭരണ വിഭൂഷിതയുമായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറയുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന പൂജാരി തൻ്റെ സ്വപ്നത്തിൽ വന്നത് ഭഗവതിയാണെന്ന് തീർച്ചയാക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ആ സമയം പൂജാരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട യുവതിയും ഒപ്പമെത്തി. താനും വരികയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുൻപേ ഓടാൻ തുടങ്ങി. അന്ന് അമാവാസ്യ ആയിരുന്നെങ്കിലും ആ യുവതിയുടെ ദിവ്യ തേജസ്സും ആഭരണങ്ങളുടെ തിളക്കവും നിമിത്തം പൂജാരിക്ക് വഴി നന്നായി കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരിടത്തെത്തിയപ്പോൾ യുവതി അപ്രത്യക്ഷയായി. അതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവൻ കുറ്റാക്കുറ്റിരുട്ടായി. ഒന്നും കാണാൻ സാധിക്കാതെ പൂജാരി തപ്പിത്തടഞ്ഞു. പെട്ടെന്നൊരിടിമിന്നൽ വെളിച്ചമുണ്ടാവുകയും ഒരു നാലമ്പലം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത്യധികമായ ക്ഷീണം നിമിത്തം ഇവിടെ തന്നെ വിശ്രമിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ കുമാരനല്ലൂർ അന്ന് അറിയപ്പെട്ടിരുന്നത് കുമാരപുരം എന്നായിരുന്നു. അക്കാലത്ത് ചേരദേശം വാണിരുന്ന ചേരമാൻ പെരുമാൾ ഇന്നത്തെ കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ഭഗവതിക്കും കുമാരപുരത്ത് സുബ്രഹ്മണ്യ സ്വാമിക്കും ക്ഷേത്രങ്ങൾ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പൂജാരി ഉണർന്നത് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അത്യധികമായ അത്ഭുതത്തോടെ ചുറ്റും നോക്കിയ അദ്ദേഹം കാണുന്നത് ശ്രീകോവിലിലെ പീഠത്തിൽ താൻ പൂജിച്ചിരുന്ന മധുര മീനാക്ഷി ദേവിയെ ആണ്. തന്നെ പിന്തുടർന്നു വന്നത് സാക്ഷാൽ മധുര മീനാക്ഷി തന്നെയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഭഗവതിയെ സാഷ്ടാംഗം പ്രണമിച്ചു. മധുര മീനാക്ഷി ദേവി ശ്രീലകത്ത് കുടികൊണ്ടെന്നും കുമാരനല്ല ഊരിലെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു.